2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ LDF, UDF, BJP സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. കാരണം ആര് ഭരണത്തിലെത്തുമെന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഭരണം അട്ടിമറിക്കപ്പെടുമോ, അതല്ല തുടർ ഭരണം ഉണ്ടാകുമോ, മൂന്നാം മുന്നണി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പല രീതിയിലുള്ള ചോദ്യം. അതിനിടയിൽ തന്നെയാണ് പല രീതിയിലുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ദേശീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, രാഷ്ട്രീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക്, അതായത് ഈ പുറത്തു വരുന്ന ചില സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിൽ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? ഏറ്റവും പുതിയ സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 13 നിയമസഭാ മണ്ഡലങ്ങൾ, തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുകാട്, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, കയ്പമംഗലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇവിടെ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2021 LDF തരംഗമായിരുന്നു. LDFിന്റെ ഒരു കരുത്തുറ്റ പ്രകടനമായിരുന്നു തൃശ്ശൂരിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭൂരിഭാഗം സീറ്റുകളും LDF തൂത്തുവാരുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ. UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. BJPക്കും സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് 2024 വന്നപ്പോഴത്തേക്കും അവിടെ വലിയൊരു അട്ടിമറിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. അതായത് പ്രതീക്ഷിക്കാത്ത ഒരു വിജയം അവിടെ BJP സ്വന്തമാക്കുകയും അവിടെ ഒരു MP ഉണ്ടാവുകയും BJPക്ക് പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം ഉയരുകയും ഒന്നാം സ്ഥാനത്ത് 6ഓളം മണ്ഡലങ്ങളിൽ എത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി നേട്ടമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേട്ടമുണ്ടാക്കിയിരുന്നു. അതായത് കോർപ്പറേഷൻ ഭരണം നേടിയെടുക്കുന്ന തരത്തിലോട്ട് തൃശ്ശൂരിൽ കാര്യങ്ങൾ മാറുകയും LDF അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. BJP ആയാലും 6ൽ നിന്നും 8ലേക്ക് ഉയർന്ന തരത്തിലോട്ട് സീറ്റുകളുടെ കാര്യത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടോട്ടലി LDFിന് വലിയൊരു തിരിച്ചടിയാണ് 2024ലും 2025ലും സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്. ഇത് 2026ലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും 2026 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിന് ഒരു തിരിച്ചടി തന്നെയാണ് ഇവിടെ ലഭിക്കാനായി പോകുന്നത് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് പല മണ്ഡലങ്ങളിലും LDF പിന്നിലേക്ക് പോകുമെന്നും സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തുമെന്നും പറയുന്നു. അത് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ LDFിന് ഉള്ള സീറ്റുകളിൽ നിന്നും നല്ല രീതിക്കുള്ള ഒരു കുറവ് സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് മൊത്തത്തിലെ ഈ ഒരു 13 മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ നിലവിൽ LDFിന്റെ കൈവശമുള്ള സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിന് ഇതിൽ നിന്നും പല സീറ്റുകളും കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. അതായത് 10ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്. വ്യക്തമായി പറയുകയാണെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം 5ഓ 6ഓ സീറ്റുകളായി ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ തൃശ്ശൂരിൽ മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായി കാണുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും വർധനവ് സംഭവിക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് UDFിന് കുറഞ്ഞത് ഒരു 4ഓ 5ഓ സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് 5+ കൂടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ഇടങ്ങളിൽ വിജയ സാധ്യത നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും LDFിന് സീറ്റുകൾ പരമാവധി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് 6ലേക്കോ 5ലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ, അതായത് അത് 5ഓ 6ഓ എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്താമെന്നും BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ 2 സീറ്റുകൾ വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇത് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ട്, ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് എന്ന് വേണം എടുത്തു പറയാനായിട്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അവിടെ വിജയിക്കുന്നത് ആരായാൽ തന്നെയും അവിടെ ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കുമെന്നുള്ളതും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും കുറഞ്ഞത് 6 മണ്ഡലങ്ങളിലെങ്കിലും
വളരെ ടൈറ്റ് ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ മാറാനായിട്ട് സാധ്യതയുള്ളത്. അതായത് ഭൂരിപക്ഷം നല്ല രീതിക്ക് 2021 നല്ല രീതിക്ക് വിജയിക്കുന്നത് ആരായാലും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ത്രികോണ പോരാട്ടങ്ങൾ വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തവണ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തട്ടിമറിയും സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ നഷ്ടം സംഭവിക്കുന്നത് LDFിനാണ്, നേട്ടം സംഭവിക്കുന്നത് UDFിനും BJPക്കും തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ടിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ സർവേ റിസൾട്ട് മാത്രമാണ് ഇതെന്ന് പറയുന്നത്. ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെയും അവസാന ഘട്ടത്തിൽ ഒരു അട്ടിമറി സംഭവിക്കുമോ, LDFിന് ഒരു തിരിച്ചുവരവ് വീണ്ടും 2021 പോലെ തന്നെ സാധ്യമാകുമോ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് 2026 എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. അതേസമയം BJPക്ക് 2024 നേടിയ ആ ഒരു വലിയ മുന്നേറ്റം അത് നിലനിർത്താനായിട്ട് 2026 സാധിക്കുമോ? സീറ്റുകളുടെ കാര്യത്തിലായാൽ പോലും അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സീറ്റ് മുന്നേറ്റം നടത്തിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യവും, കോൺഗ്രസിന് ഒരു കരുത്തുറ്റ പ്രകടനം, ഒരു തിരിച്ചുവരവ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.